നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവോസ്തിരൂപൻ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിനോട് ഇപ്രകാരം അരുളിച്ചെയ്തു: എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഫലം തരാതെ തിരിച്ചു വരികയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനം ഈ വാക്കു ശ്രവിച്ചപ്പോൾ കഷ്ടപ്പാടുകളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയ ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ നിഷ്ഫലമായി തോന്നി. അവർക്ക് ദൈവമെന്നത് വെറും ചരിത്രത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം ഒരു രക്ഷകനായി കാണുവാൻ പ്രയാസമായി തീർന്നു. അതുകൊണ്ട് വചനത്തിൽ നാം കാണുന്നു, ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തിൽ നകന്ന് വിഗ്രഹാരാധനയിലേക്ക് വീണുപോവുകയും ചെയ്തു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു വലിയ വസ്തുത, ദൈവത്തിൻ്റെ വലിയ രക്ഷാകര പദ്ധതിയിലേക്ക് വിളിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ഫലദായകമായി തോന്നാതിരുന്നത്? യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ സഭാജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടിട്ടും ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ വചനത്തിലൂടെ ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സാങ്കേതിക വിദ്യ കൊണ്ട് ഈ ലോകത്തെ കീഴടക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയും നടപ്പിലാക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തിട്ടും നാം തൃപ്തരാകുന്നില്ല. ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരായ നമുക്ക് പലപ്പോഴും ദൈവത്തെ അറിയാൻ കഴിയാതെ പോകുന്നു. നമ്മുടെ ജീവിതം ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു, നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നുപോകുന്നു. പിതാവായ ദൈവം തൻ്റെ മക്കളായ മനുഷ്യർക്ക് ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ആവശ്യമായിട്ടുള്ളതെല്ലാം തൻ്റെ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനങ്ങൾ നമുക്ക് പലപ്പോഴും സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ വചനങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ
വേരൂന്നുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യാതെ പോകുന്നത്? നമ്മുടെ ഈ നിസ്സഹായ അവസ്ഥയിൽ നാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയും അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വചനം അതിൻ്റെ പരിപൂർണമായ അവസ്ഥയിൽ വേരൂന്നുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ സഹായിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ വചനം വേരൂന്നുന്നതിനും ഫലം ചൂടുന്നതിനും തടസ്സമായി നിൽക്കുന്ന നമ്മുടെ മാനുഷികമായ അവസ്ഥകളെ തരണം ചെയ്യുന്നതിന് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ ഒറ്റ വചനത്തിൽ നിന്ന് തന്നെ രക്ഷാകര പദ്ധതിയിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹകരണവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ എഴുതിയ മേരി ദ ചർച്ച് അറ്റ് ദ സോഴ്സ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തു നൂറ്റാണ്ടുകളായി ഫലം തരുന്ന വിത്തും ഫലദായകമായ മറുപടിയിൽ ഭൂമിയിൽ വേരൂന്നിയ ദൈവത്തിൻ്റെ വചനവുമാണ്. എന്താണ് ഈ ഫലദായകമായ മറുപടി? ആ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നാം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വചനത്തിൽ കാണുന്നത്. മറിയം പറഞ്ഞു: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആ മറുപടിയിലൂടെയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ദൈവവചനമാകുന്ന വിത്തിന് വിതയ്ക്കപ്പെടുവാനും വളരുവാനും ഫലം പുറപ്പെടുവിക്കുവാനും സ്വന്തം ശരീരത്തെയും ജീവിതത്തെയും സമർപ്പിച്ചത് വഴി ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തുകയും പരസ്യജീവിതത്തിലും പീഡാസഹനത്തിലും കുരിശുമരണത്തിലും കൂടെയുണ്ടാവുകയും ചെയ്തതുവഴി പരിശുദ്ധ അമ്മ മാനവകുലത്തിന്റെ സഹരക്ഷകയായി തീർന്നു. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ പരിശുദ്ധ കന്യകാമറിയത്തെ രക്ഷാകര ചരിത്രത്തിലെ ദ്വയാഗമനങ്ങളുടെ മുന്നോടിയായി ചിത്രീകരിക്കുന്നു. ആദ്യമായി ത്രിത്വത്തിലെ രണ്ടാമത്തെയാളും ദൈവപുത്രനുമായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ കാരണമായി എന്ന് അദ്ദേഹം തൻ്റെ സുവിശേഷത്തിലൂടെ വരച്ചു കാട്ടുന്നു. രണ്ടാമതായി പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് വർഷിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മ കാരണമായതായി അദ്ദേഹം തൻ്റെ നടപടി പുസ്തകത്തിലൂടെ എടുത്തു കാണിക്കുന്നു. അങ്ങനെ രണ്ടു ദൈവീക സംഭവങ്ങളുടെ മുന്നോടിയായി മനുഷ്യ സ്ത്രീ തന്നെയായ പരിശുദ്ധ അമ്മ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നു. പുത്രനായ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് ലഭിക്കുവാനും പരിശുദ്ധാത്മാവായ ദൈവത്തെ സഭയിലേക്ക് വർഷിക്കപ്പെടുവാനും പരിശുദ്ധ അമ്മ കാരണമായി എന്ന് നാം വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. ആ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി ലഭിക്കുന്നു. പുത്രനായ ദൈവത്തിൻ്റെ അമ്മയായി ചരിത്രത്തിൽ ജീവിക്കുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ദൈവത്തോടു കൂടി ആയിരിക്കുകയും ചെയ്യുന്നു എന്നത് മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ പ്രസക്തി. ചരിത്രത്തിൻ്റെ ഈ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കർമ്മനിരതിയായ വ്യക്തി സാന്നിധ്യമാണ് ഈ പരിശുദ്ധ അമ്മ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതുപോലെ പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിന്റെ ജീവിത നിമിഷങ്ങളെ നമുക്ക് വേണ്ടി വ്യാഖ്യാനിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് വെറും സൈദ്ധാന്തികമായിട്ടല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും കർമ്മനിരതിയായി കടന്നുവന്ന് നമുക്ക് വഴികാട്ടിക്കൊണ്ടാണ് അത് സാധ്യമാക്കുന്നത്. അങ്ങനെ ഈ അമ്മയുടെ ജീവിതം നമുക്ക് പിൻപിലും നമുക്ക് മുകളിലും നമുക്ക് മുൻപേയും കടന്നുപോകുന്നു. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമുള്ള
അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ലൂക്കായുടെ സുവിശേഷം 1:48 മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തൻ്റെ സ്തോത്രഗീതത്തിലൂടെ ഇപ്രകാരം പറഞ്ഞു: ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മറിയം പറഞ്ഞ ഈ വാക്കുകളാണ് ബൈബിൾ അധിഷ്ഠിതമായ മരിയഭക്തിയുടെ അടിസ്ഥാനം. ലൂക്കാ സുവിശേഷകൻ ഈ വചനഭാഗം എഴുതുമ്പോൾ തന്നെ ക്രിസ്ത്യാനികളുടെ രണ്ടാമത്തെ തലമുറ ഉദയം ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹം തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രാരംഭം മുതൽക്കേ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 1:3 പ്രകാരം പറയുന്നു: എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ലൂക്കാ സുവിശേഷകൻ ഈ വചനഭാഗത്തിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. തൻ്റെ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിവരണങ്ങൾ മുഴുവനും താൻ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷമാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് ഈ ലോക ജനതയ്ക്ക് വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് ശരിയായ ബോധ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം ഈ വചനഭാഗം എഴുതുമ്പോൾ തന്നെ ക്രിസ്ത്യാനികളുടെ രണ്ടാമത്തെ തലമുറ ഉദയം ചെയ്തു കഴിഞ്ഞിരുന്നു എന്നതിൽ നിന്നും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും ആദിമസഭയിൽ തന്നെ വേരൂന്നിയതും പിന്തുടർന്നു പോരുന്നതുമാണെന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കുവാൻ കഴിയും. ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നിന്നും ഏതെങ്കിലും ഒരു സഭയോ സമൂഹമോ കൂട്ടായ്മയോ അകന്നു പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ് അകന്നു പോകുന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിന്റെ ആരംഭം മുതൽക്കേ ദൈവം മനുഷ്യന് ചരിത്രത്തിലൂടെ പ്രത്യക്ഷപ്പെടുകയും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ദൈവം തന്നെ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തിയത് ദൈവത്തിന്റെ സ്വഭാവം ദൃശ്യമായ മനുഷ്യരിലൂടെയായിരുന്നു. അങ്ങനെ ആ മനുഷ്യരിലൂടെ ദൈവത്തെ നാമകരണം ചെയ്യുന്നതായി ബൈബിളിലുടനീളം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഉദാഹരണമായി അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നിങ്ങനെ ദൈവത്തെ സംബോധന ചെയ്യുന്നതായി നാം വചനത്തിൽ കണ്ടെത്തുന്നു. ഈ മനുഷ്യരിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ മനുഷ്യ വ്യക്തികളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നാം ശ്രമിച്ചാൽ ആ ശ്രമം ഓരോ മനുഷ്യനും യഥാർത്ഥ ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വന്തം ഭാവനയ്ക്കനുസരിച്ചുള്ള ദൈവത്തെ സൃഷ്ടിക്കലായിത്തീരുമെന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ദൈവം ചരിത്രത്തിലൂടെ മനുഷ്യന് തന്നെ വെളിപ്പെടുത്തുവാനായി തിരഞ്ഞെടുത്ത മനുഷ്യ വ്യക്തികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ദൈവാന്വേഷണം ദൈവത്തിന്റെ യഥാർത്ഥ മുഖത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നതിന് കാരണമായിത്തീരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:20 ഇപ്രകാരം പറയുന്നത്: ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആരംഭത്തിൽ തന്നെ ദൈവം വളരെ പ്രത്യേകമാം വിധത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ തന്റെ ഏകജാതനെ ലോകത്തിന് നൽകിക്കൊണ്ട് പൂർണ്ണമായി സ്വയം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം തന്റെ 1:43 പരിശുദ്ധ അമ്മയെ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ ശരിയായും പൂർണ്ണമായും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും പരിശുദ്ധ അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് സാധ്യമല്ല. വെറും തെറ്റായ ബോധ്യങ്ങൾ കൊണ്ടോ തെറ്റായ പഠനങ്ങൾ മൂലമോ പരിശുദ്ധ അമ്മയെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ
അത് സുവിശേഷത്തിന് വിരുദ്ധമായ പ്രവൃത്തിയായിത്തീരുന്നുവെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്കെല്ലാം നമ്മുടെ കർത്താവിൻ്റെ അമ്മയെ ക്ഷണിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിവാദനം ചെയ്യുന്ന ഭാഗം ബൈബിളിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്: റിജോയ്സ്, ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു. നാം ഇവിടെ കാണുന്ന റിജോയ്സ് എന്ന വാക്ക് പിന്നീട് വന്ന പരിഭാഷകളിൽ ഹെയിൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മലയാളം ബൈബിളിലാകട്ടെ സ്വസ്തി എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദം പ്രഥമദൃഷ്ട്യാ ഒരു ഔപചാരികമായ അഭിവാദനം മാത്രമായി നമുക്ക് തോന്നാമെങ്കിലും ഈ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന റിജോയ്സ് എന്ന പദം പഴയ നിയമത്തിൽ 4 ഭാഗങ്ങളിലായി നാം കണ്ടെത്തുന്നു. ഒന്നാമതായി സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനം. രണ്ടാമതായി ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം തിരുവചനം. മൂന്നാമതായി സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം തിരുവചനം. നാലാമതായി വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. പഴയ നിയമം നാം വളരെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഈ 4 വചനഭാഗങ്ങളിലും റിജോയ്സ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് മെസ്സിയാനിക് ജോയിയെ പ്രതിനിധാനം ചെയ്യുവാനാണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അതായത് ദൈവം തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ലോകത്തിന് വാഗ്ദാനം ചെയ്ത സന്തോഷവും ആനന്ദവുമാണ് റിജോയ്സ് എന്ന വാക്കിലൂടെ പഴയ നിയമത്തിലെ ഈ 4 വചനഭാഗങ്ങളിലും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാൽ പുതിയ നിയമത്തിൽ നാം കണ്ടെത്തുന്ന മറിയത്തെ അഭിവാദനം ചെയ്യുന്ന റിജോയ്സ് എന്ന വാക്ക് വെറുമൊരു അഭിവാദനം മാത്രമല്ല, പിന്നെയോ യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ദൈവം മനുഷ്യകുലത്തിന് മുഴുവനായി നൽകുന്ന വലിയ രക്ഷയിലേക്കും സന്തോഷത്തിലേക്കും ഓരോ മനുഷ്യ വ്യക്തിയെയും ക്ഷണിക്കുകയാണ് ഈ അഭിവാദനത്തിലൂടെ ദൈവം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം തന്നെയായ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ വലിയ ക്ഷണം നമ്മൾ സ്വയം സ്വീകരിക്കുകയും അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയുമാണ് നാം ചെയ്യുന്നത്. അതിനാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ ഏകജാതനിലൂടെ നൽകുന്ന ആ വലിയ രക്ഷ കടന്നു വരുന്നു. കന്യകാമറിയത്തിന് മാലാഖ വഴി നൽകപ്പെട്ട മംഗളവാർത്ത കാലത്തിന്റെ പൂർണ്ണതയ്ക്ക്, അതായത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെയും ഒരുക്കങ്ങളുടെയും പൂർത്തീകരണത്തിന് തുടക്കം കുറിച്ചു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ ശാരീരികമായി ആരിൽ വസിക്കുന്നുവോ അവനെ ഗർഭം ധരിക്കുവാനാണ് മറിയം ക്ഷണിക്കപ്പെട്ടത് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൈവദൂതൻ റിജോയ്സ്, ആഹ്ലാദിക്കുക, സന്തോഷിച്ചുല്ലസിക്കുക എന്ന് പറയുന്നത്? അതിന് കാരണവും ആ വചനഭാഗത്ത് തന്നെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. കർത്താവ് നിന്നോടുകൂടെ.
ഇതിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനു വേണ്ടി നമുക്ക് സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വചനത്തിലേക്ക് കടന്നു ചെല്ലാം. ഇവിടെ പ്രധാനമായും 2 വാഗ്ദാനങ്ങളാണ് ഇസ്രായേലിന് സിയോൻ പുത്രിക്ക് ദൈവം നൽകുന്നത്. ആദ്യമായി അവിടുന്ന് നൽകുന്ന വലിയ രക്ഷ. അവിടുന്ന് ലോകത്തെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുകയും ശത്രുക്കളെ ചിതറിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി ദൈവം സിയോൻ പുത്രിയിലേക്ക്, ഇസ്രായേലിലേക്ക് കടന്നുവന്ന് അവരുടെ മധ്യേ വസിക്കുന്നു. പ്രവാചകരിലൂടെ ദൈവം നൽകിയ ഈ വാഗ്ദാനം ഇവിടെ ഇതാ സിയോൻ പുത്രിയായ പരിശുദ്ധ അമ്മയിലൂടെ പൂർത്തിയാകുന്നു. ഈ അമ്മയുടെ ഉദരത്തിൽ രക്ഷകൻ വസിക്കുന്നു. ലോകപ്രശസ്ത മരിയൻ തിയോളജിസ്റ്റായ ഫ്രാൻസിലെ ഫാദർ ലോറന്റിൻ വചനത്തിന്റെ ആഴമായ പഠനത്തിനു ശേഷം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ചു കാട്ടുന്ന രക്ഷാകര പദ്ധതിയുടെ വലിയ രഹസ്യത്തെ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവം തന്റെ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുമെന്ന ആ വാഗ്ദാനം, ആ വചനം പരിശുദ്ധ അമ്മയിലൂടെ യാഥാർത്ഥ്യമാകുന്നു. അങ്ങനെ മനുഷ്യ ശരീരം സ്വീകരിച്ച ദൈവത്തെ ഉദരത്തിൽ സംവഹിച്ചുകൊണ്ട് മറിയം തന്നെ ദൈവജനത്തിന്റെ വാഗ്ദാന പേടകമായിത്തീരുന്നു. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധപ്പെടുത്തി ദൈവശാസ്ത്രം കണ്ടെത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സിയോൻ പുത്രി എന്നുള്ള മറിയത്തിന്റെ വിശേഷണത്തെ നാം ആഴത്തിൽ പഠിക്കുമ്പോൾ മറിയത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും പ്രത്യക്ഷമാകുന്നതും വെറും മറിയമെന്ന ഒരു വ്യക്തിയിൽ മാത്രം സംഭവിക്കുന്നതല്ല എന്നും അത് ദൈവജനത്തിന് മുഴുവനുമായുള്ള ഒന്നാണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഗബ്രിയേൽ മാലാഖ മറിയത്തെ ദൈവകൃപ നിറഞ്ഞവളെ, ഫുൾ ഓഫ് ഗ്രേസ് എന്ന് അഭിസംബോധന ചെയ്യുന്നതായി ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം കാണുന്നു. എന്താണ് ഗ്രേസ് എന്ന പദത്തിനർത്ഥം? പരിശുദ്ധ പിതാവ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള അഗാധമായ ഒരു ബന്ധമായിട്ടാണ്. അതുകൊണ്ട് ഫുൾ ഓഫ് ഗ്രേസ് എന്ന പദത്തെ അദ്ദേഹം വിവർത്തനം ചെയ്യുന്നത് യു ആർ ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്, യുവർ ലൈഫ് ഈസ് ഇന്റിമേറ്റ്ലി കണക്റ്റഡ് വിത്ത് ഗോഡ് എന്നാണ്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ വീണ്ടും പറയുന്നു, പരിശുദ്ധ അമ്മ തന്നെ പൂർണ്ണമായി തുറന്നു വച്ച് നിരുപാധികമായി ദൈവത്തിന് സമർപ്പിച്ചവളും ദൈവത്തിന്റെ സവിശേഷമായ ഇടപെടലിനു വേണ്ടി സ്വന്തം മനസ്സിനെയും ആത്മാവിനെയും സദാ സജ്ജമാക്കിയവളുമാണ്. അതുകൊണ്ട് ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും ദൈവത്തിന്റെ സവിശേഷമായ ഇടപെടലിനു വേണ്ടി വിട്ടുകൊടുക്കുവാൻ സ്വർഗത്തിന്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. കണ്ണിനാനന്ദം, എന്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാലെന്തോരാനന്ദം. കണ്ണിനാനന്ദം, എന്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാലെന്തോരാനന്ദം. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം കാണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. ഉച്ചസ്വരത്തിൽ പാടുന്നു, ഉന്നതനീശനെ വാഴ്ത്തുന്നു, ആര്യൻ രക്ഷയെ ഓർക്കുന്നു, മേരി സുതനെ ഞാൻ വാഴ്ത്തുന്നു, മന വീണമീട്ടി പാടുന്നു. ഗബ്രിയേൽ ദൂതന്റെ അഭിവാദനം കേട്ടപ്പോൾ മറിയത്തിന് സംഭവിച്ചത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം കാണുന്നു. വചനം പറയുന്നു, ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ഇവിടെ ദൈവത്തിന്റെ വചനം കേട്ട് മറിയം അസ്വസ്ഥയായി എന്ന് കാണുന്നു. നമ്മുടെ ജീവിതത്തിലും ജീവനുള്ള ദൈവത്തിന്റെ വചനം ചിലപ്പോഴൊക്കെ അസ്വസ്ഥതകൾ ഉളവാക്കാറുണ്ട്. കാരണം വചനത്തിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കും ചിലപ്പോഴെതിരായിരിക്കും. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രസക്തി. വചനത്തിൽ വീണ്ടും പറയുന്നു, എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന്
അവൾ ചിന്തിച്ചു. ഇവിടെ നാം മലയാളം ബൈബിളിൽ കാണുന്ന ചിന്തിച്ചു എന്ന പദത്തിന് ഒറിജിനൽ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഡയലോഗ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മേരി എൻറ്റേഴ്സ് ഇൻടു ആൻ ഇന്റീരിയർ ഡയലോഗ് വിത്ത് വേർഡ് എന്നാണ്. അങ്ങനെ മറിയം തനിക്ക് ലഭിച്ച വചനവുമായി ഒരു ആന്തരിക സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. പരിശുദ്ധ അമ്മ വചനത്തോടും വചനം പരിശുദ്ധ അമ്മയോടും സംസാരിക്കുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ആട്ടിടയന്മാർ മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരുന്ന ശിശുവിനെയും കണ്ടതിനു ശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവിടെ സംഗ്രഹിച്ചു എന്നുള്ള പദത്തെ പരിശുദ്ധ പിതാവ് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്രകാരമാണ്: ഷീ ഫിറ്റ്സ് ദ സിംഗിൾ ഡീറ്റെയിൽസ് ഇൻ ടു ദ ഹോൾ പിക്ചർ. ഇതിന് സമാനമായ ഒരു വചനം വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്ന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വചനം ഇപ്രകാരം പറയുന്നു: അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയരായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവിടെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്നാൽ പരിശുദ്ധ അമ്മ ഇത് ഗ്രഹിച്ചില്ല എന്ന് വചനം പറയുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുത, നാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്താലും ദൈവത്തിൻ്റെ വചനങ്ങൾ നാം കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കുവാനും അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. ഇവിടെയാണ് നാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. വചനം പറയുന്നു, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷൻ ബൈബിളിൽ നാം കാണുന്നത്, ഹിസ് മദർ കണ്ടിന്യൂഡ് ടു ട്രഷർ ഓൾ ദീസ് തിങ്സ് ഇൻ ഹെർ ഹാർട്ട് എന്നാണ്. ഈ 2 വചനഭാഗങ്ങളും വളരെ സൂക്ഷ്മമായി നാം പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു വസ്തുത, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ഉടലെടുക്കുന്ന വചനത്തിൻ്റെ പൂർത്തീകരണമായി കണ്ടു എന്നതാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും വചനമായി വിവർത്തനം ചെയ്യുകയും അവയെ തൻ്റെ ആത്മാവിലേക്കും ബോധത്തിലേക്കും ബാഹ്യവും ആന്തരികവുമായ ജ്ഞാനത്തിലേക്കും പതിപ്പിക്കുകയും ചേർത്ത് വയ്ക്കുകയും അങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ മനസ്സും ജീവിതവും യേശുക്രിസ്തു വിധക്കാരൻ്റെ ഉപമയിൽ പറയുന്നത് പോലെ വചനത്തിന് വേരൂന്നുവാനും ഫലം പുറപ്പെടുവിക്കുവാനും ഉതകുന്ന നല്ല നിലമായിത്തീരുന്നു. ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിവാദനം ചെയ്യുന്ന ഭാഗത്തു നിന്നും മറിയം എലിസബത്തിന്റെ ഭവനത്തിൽ വന്ന് അവളെ അഭിവാദനം ചെയ്യുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ഒരു വലിയ വ്യതിയാനം വരുന്നതായി സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ലോകപ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനായ കാർഡിനൽ ഗ്രിൽമെയർ ഈ പരിണാമത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ്: മേരി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ്സ് അവേ ഫ്രം ദ എക്സ്റ്റാറ്റിക് ടു ദ ഇന്റീരിയർ ഡയമെൻഷൻ ഓഫ് ഗ്രേസ്. അദ്ദേഹം വീണ്ടും പറയുന്നു, പരിശുദ്ധ അമ്മ തൻ്റെ മാനുഷികമായ അതിർവരമ്പുകൾ കടന്ന് ആന്തരികമായ ഔന്നത്യത്തിലേക്ക് വളർന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തു നിന്നും 2ാമത്തെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ പരിണാമത്തിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് ആ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്ന ഓരോ മനുഷ്യ വ്യക്തിയിലേക്കും കടന്നു വരുന്നത്. മാനുഷികമായ അതിർവരമ്പുകൾ കടന്ന് ആന്തരികമായ ഔന്നത്യത്തിലേക്ക് വളർന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: സർവപരിശുദ്ധിയും നിത്യകന്യകയും ദൈവത്തിന്റെ അമ്മയുമായ മറിയം സമയത്തിന്റെ തികവിൽ പുത്രനും പരിശുദ്ധാത്മാവും നിർവഹിക്കുന്ന ദൗത്യത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ട ഫലമാണ്. രക്ഷാകര പദ്ധതിയിൽ ആദ്യമായി മനുഷ്യരുടെ ഇടയിൽ തന്റെ പുത്രനും തന്റെ പരിശുദ്ധാത്മാവിനും വസിക്കുവാനുള്ള ഒരു വാസസ്ഥാനം പിതാവ് കണ്ടെത്തി.
അവിടുത്തെ ആത്മാവ് അവളെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അർത്ഥത്തിൽ സഭയുടെ പാരമ്പര്യം മിക്കപ്പോഴും ജ്ഞാനത്തെ പറ്റിയുള്ള ഏറ്റവും മനോഹരമായ ഗ്രന്ഥഭാഗങ്ങളെ മറിയവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കി. ആരാധനാക്രമത്തിൽ മറിയം ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായി സ്തുതിക്കപ്പെടുകയും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെപ്പോലെ വചനവുമായി ആന്തരികമായ സംഭാഷണത്തിൽ ഏർപ്പെടാൻ തക്ക സ്വർഗത്തിന്റെ വലിയ ജ്ഞാനം നമുക്കും ലഭിക്കുന്നതിനു വേണ്ടി ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായ ഈ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ തന്റെ സുവിശേഷത്തിലൂടെ ആദ്യമായി യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ശിമിയോൻ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ഒരു അനുഗ്രഹത്തിലൂടെയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ശിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലെ പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന വചനത്തിലൂടെ ശിമിയോൻ പ്രവചിച്ചത്. ഏതൊരമ്മയ്ക്കാണ് നന്മസ്വരൂപനായ തന്റെ മകനെ നിഷ്ഠൂരം പീഡിപ്പിക്കുകയും ഘോരപാപികൾക്ക് മാത്രം നൽകുന്ന അപമാനവും കുരിശുമരണവും നൽകുമ്പോൾ സഹിക്കുവാൻ കഴിയുക? മാനുഷികമായ ബുദ്ധികൾക്കും ചിന്തകൾക്കും അപ്പുറത്തായിരുന്നു ആ അമ്മയുടെ സഹനം. ലോകരക്ഷയ്ക്കായി തന്റെ തിരുക്കുമാരൻ പീഡകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ സഹനത്തെ നമുക്കൊരിക്കലും കുറച്ചു കാണുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ ഈ സഹനം ലൂക്കാ സുവിശേഷകൻ വരച്ചു കാട്ടുന്ന ബാലനായ യേശുവിന്റെ ദേവാലയ സന്ദർശനത്തിൽ തന്നെ ആരംഭിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 49-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ വചനഭാഗത്തിലൂടെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലെ 2 വലിയ കാര്യങ്ങൾ ബാലനായ യേശു ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. ഒന്നാമതായി, ബാലനായ യേശു തന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? താൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനാണെന്നും വെറും മാനുഷികമായ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ആ വലിയ സ്വർഗീയമായ രക്ഷാകര പദ്ധതിയാണ് തന്റെ ലക്ഷ്യമെന്നുമാണ് ബാലനായ യേശു ഇവിടെ വെളിപ്പെടുത്തുന്നത്. രണ്ടാമതായി, ഈ വലിയ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനു വേണ്ടി ബാലനായ യേശു തന്റെ അമ്മയിൽ നിന്നും ഒരു വലിയ സഹകരണം ആവശ്യപ്പെടുന്നു. തന്റെ ഏകജാതനിലൂടെ പിതാവായ ദൈവം ഈ ലോകത്തിന് നടത്തുവാൻ ഉദ്ദേശിച്ച ആ വലിയ രക്ഷാകര പദ്ധതിക്കായി തന്റെ ഏകജാതനെ വിട്ടുതരുവാൻ അവന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ദൈവം ആവശ്യപ്പെടുന്നു. അതിന് പരിശുദ്ധ അമ്മ നൽകുന്ന മറുപടിയാണ് പിന്നീടുള്ള സുവിശേഷ ഭാഗങ്ങളിൽ കാണുന്ന പരിശുദ്ധ അമ്മയുടെ അസാന്നിധ്യമെന്ന് സ്വർഗീയ ജ്ഞാനത്താൽ നിറഞ്ഞ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീടുള്ള യേശുക്രിസ്തുവിന്റെ ജീവിതം സുവിശേഷത്തിലൂടെ നാം പഠിക്കുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ ഒഴികെ ഒരിടത്തും പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നേരിട്ടിടപെടുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായി നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഇവിടെ തന്റെ മകനെ ദൈവത്തിന്റെ പദ്ധതിക്കായി പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ക്രിസ്തു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് വഴിമാറുന്ന ഒരു അമ്മയെയാണ് സുവിശേഷ ഭാഗങ്ങളിൽ പിന്നീട് നാം കണ്ടെത്തുന്നത്. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ശക്തിയായി നാം കാണേണ്ടത്. ഈ അസാന്നിധ്യം തന്നെയാണ് രക്ഷാകര പദ്ധതിയിലെ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ സാന്നിധ്യം. താൻ നൊന്ത് പ്രസവിച്ച തന്റെ പൊന്നോമന മകനെ അതിക്രൂരമായി പടയാളികൾ പീഡിപ്പിക്കുമ്പോഴും കുരിശിൽ തറച്ചു കൊല്ലുമ്പോഴും വാവിട്ട് കരയുന്ന അലറി വിളിക്കുന്ന ഒരു അമ്മയെയല്ല നാം സുവിശേഷത്തിൽ കണ്ടെത്തുന്നത്. പിന്നെയോ തന്റെ മകനെ
ദൈവത്തിന്റെ വലിയ രക്ഷാകര പദ്ധതിക്കായി സ്വയം സമർപ്പിച്ച് പ്രാർത്ഥനാ നിരതയായി ദൈവിക രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന ഒരമ്മയെയാണ് നാം കണ്ടെത്തുന്നത്. തന്റെ പുത്രനെ കുരിശിൽ തറച്ചപ്പോൾ അവന്റെ കുരിശിന്റെ അരികെ നിൽക്കുന്ന ഒരു അമ്മയെയാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം കണ്ടെത്തുന്നത്. രക്ഷകന്റെ അമ്മയാകുക എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ദൗത്യത്തെ പ്രധാനമായി 2 ഭാഗങ്ങളായിട്ടാണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യമായി യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യുക. രണ്ടാമതായി ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിച്ചുകൊണ്ട് തന്റെ തിരുക്കുമാരനെ രക്ഷാകര പദ്ധതിക്കായി കുരിശുമരണത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് അതിലൂടെ വരുന്ന സഹനങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുക. ഈ 2 ഭാഗങ്ങളും ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. വചനം പറയുന്നു, അവൻ ഇതരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇവിടെ വചനത്തിന്റെ ആദ്യ ഭാഗത്ത് ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ വിളിച്ചു പറയുന്നതിലൂടെ യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും ചെയ്തത് വഴി പരിശുദ്ധ കന്യകാമറിയം സ്ത്രീകളിൽ ഭാഗ്യവതിയായി തീർന്നു എന്ന് നാം കാണുന്നു. ഇതാണ് പരിശുദ്ധ പിതാവ് എടുത്തു കാണിക്കുന്ന ആദ്യ ഭാഗം. ഈ ദൗത്യം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് അതിന്റെ 2-ാമത്തെ ഭാഗത്തേക്ക് കടക്കുമ്പോഴാണെന്ന് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. അതായത് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഈ വചനഭാഗത്തിലൂടെ പരിശുദ്ധ അമ്മ തന്റെ തിരുക്കുമാരനെ കുരിശുമരണത്തിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായിക്കൊണ്ട് അതിലൂടെ തനിക്കുണ്ടാകുന്ന സഹനങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ തയ്യാറായി കൂടുതൽ ഭാഗ്യവതിയായിത്തീരുന്നു. പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്ന ഈ സഹനം ഗാഗുൽത്തായിൽ അവസാനിക്കുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-ാം വാക്യത്തിൽ ശിമിയോൻ പ്രവചിക്കുന്നത് പോലെ യേശുക്രിസ്തു വിവാദ വിഷയമായ അടയാളമായിരിക്കുമ്പോഴൊക്കെ ലോകാവസാനം വരെ പരിശുദ്ധ കന്യകാമറിയം മിശിഹായുടെ അമ്മയാവുക എന്നുള്ള ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇന്നും തന്റെ തിരുക്കുമാരൻ വിസ്മരിക്കപ്പെടുമ്പോഴും വിവാദ വിഷയമാകുമ്പോഴും നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഈ 2000 വർഷത്തിനിടയിൽ പ്രത്യക്ഷപ്പെടുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ചരിത്ര യാഥാർത്ഥ്യവും അതിനെ സഭ അംഗീകരിച്ച ഒരു സത്യവുമാണ്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പാപത്തിന്റെ യാതൊരു വിഘ്നവും കൂടാതെ മറിയം തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. സ്വന്തം പുത്രനായി യേശുക്രിസ്തുവിനോട് ചേർന്നും അവിടുത്തെ ആശ്രയിച്ചുകൊണ്ടും ദൈവത്തിന്റെ വലിയ കൃപയാൽ പരിത്രാണകർമ്മത്തിന്റെ രഹസ്യത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്തത്. വിശുദ്ധ ഇരണേവൂസ് പ്രസ്താവിക്കുന്നത് പോലെ സ്വന്തം അനുസരണം മൂലം മറിയം തനിക്കും മാനവവംശം മുഴുവനും രക്ഷാഹേതുവായി തീർന്നു. അതുകൊണ്ടാണ് അനേകം ആദിമ സഭാപിതാക്കന്മാർ ഉദ്ഘോഷിക്കുന്നത്, ഹവ്വായുടെ ധിക്കാരം മൂലമുണ്ടായ ബന്ധനമഴിക്കുവാൻ മറിയത്തിന്റെ അനുസരണത്തിന് കഴിഞ്ഞു. ഹവ്വ അവിശ്വാസം കൊണ്ട് തീർത്ത ബന്ധനത്തെ മറിയം തന്റെ വിശ്വാസം കൊണ്ട് അഴിച്ചു കളഞ്ഞു. ഹവ്വായോട് ഉപമിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ അവളെ ജീവിക്കുന്നവരുടെ മാതാവെന്ന് പ്രകീർത്തിക്കുന്നു. അതുകൊണ്ട് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ജീവിക്കുന്നവരുടെ മാതാവിനെ, നമ്മുടെ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും നമ്മുടെ ദേശത്തും അമ്മയുടെ തിരുക്കുമാരൻ വിസ്മരിക്കപ്പെടുമ്പോഴും വിവാദ വിഷയമായ അടയാളമായി തീരുമ്പോഴും നമുക്ക് ഈ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ കാണാത്തവർ കാണും, മുടന്തുള്ളവരോ കുതിച്ചുയരും. കണ്ണുകൾ കാണാത്തവർ കാണും, മുടന്തുള്ളവരോ കുതിച്ചുയരും. യേശുവിൻ ശക്തി കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം സുഖം പകരും. യേശുവിൻ ശക്തി കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം സുഖം പകരും.
അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 വാക്യങ്ങൾ മുതലുള്ള സ്തോത്രഗീതത്തിലൂടെ മറിയം ഇപ്രകാരം പറയുന്നു: എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മറിയത്തിന്റെ ഈ സ്തോത്രഗീതം ധ്യാനിച്ച് അമ്മയുടെ മധ്യസ്ഥം തേടുമ്പോൾ ആത്മീയതയുടെ വലിയ ആഴങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കുന്നതായി പല വിശുദ്ധരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം പറയുന്നു: ഒരുവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും സ്വയം മഹത്വപ്പെടുത്തുന്നില്ല. സ്വന്തം പേരും മഹിമയും മറ്റുള്ളവരുടെ മുൻപിൽ എടുത്തു കാണിക്കുവാൻ അവനൊരിക്കലും ശ്രമിക്കില്ല. പിന്നെയോ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാനും രക്ഷകന്റെ സാന്നിധ്യം ഓരോ മനുഷ്യ മനസ്സും അനുഭവിക്കുവാനും അവൻ അക്ഷീണം പരിശ്രമിക്കുന്നു. അതിനാൽ മറിയത്തിന്റെ ഈ സ്തോത്രഗീതത്തിലൂടെ വചനം ലോകത്തിന് വെളിപ്പെടുത്തുന്ന വലിയ സത്യം, ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ ദൗത്യം കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നതാണ്. ഇത് തന്നെയാണ് മരിയ ഭക്തിയെ എതിർക്കുന്നവർക്കുമുള്ള ഉത്തരം. അവൾ ഒരിക്കലും സ്വയം മഹത്വപ്പെടുത്തുന്നില്ല. അവൾ പറയുന്നു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് സഭ ഇപ്രകാരം പഠിപ്പിക്കുന്നത്: മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്കാ വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്കാ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്കാ പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്കാ വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. എന്നാൽ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തെറ്റായ ബോധ്യങ്ങളും തെറ്റായ പഠനങ്ങളും പലപ്പോഴും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നിന്നും വിശ്വാസികളെ പോലും അകറ്റി നിർത്തിയിട്ടുണ്ട്. മർക്കോസ് സുവിശേഷകനും പുതിയ നിയമത്തിലെ ലേഖനകർത്താക്കളും ഈശോയുടെ കന്യകാജനനത്തെക്കുറിച്ച് മൗനം അവലംബിക്കുന്നതിൽ ചിലപ്പോൾ ആളുകൾ അസ്വസ്ഥരാകാറുണ്ട്. കന്യകാജനനത്തെ സംബന്ധിക്കുന്ന വിവരണങ്ങൾ ചരിത്രമെന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ഐതിഹ്യങ്ങളോ ദൈവശാസ്ത്രജ്ഞന്മാരുടെ സങ്കല്പ സൃഷ്ടികളോ ആയിക്കൂടെ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഇതിന് വിശ്വാസികളായ നാം നൽകേണ്ട മറുപടി ഇതാണ്: ഈശോയുടെ കന്യകാജനനത്തിലുള്ള വിശ്വാസം ആദ്യകാലം മുതൽക്കേ യഹൂദരിലും വിജാതീയരിലും ശക്തമായ എതിർപ്പും അവഹേളനവും തെറ്റിദ്ധാരണയും ഉളവാക്കിയിട്ടുണ്ട്. അതിനാൽ ഈശോയുടെ കന്യകാജനനം പ്രാചീന മതേതിഹാസങ്ങളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട കഥയോ സഭയുടെ ആദിമകാലത്ത് പ്രചാരത്തിലിരുന്ന ചില സങ്കല്പങ്ങളുടെ അനുരൂപണങ്ങളോ അല്ല എന്ന് തീർച്ച. മനുഷ്യാവതാരം മുതൽ പെസഹാചരണം വരെയുള്ള മിശിഹാ രഹസ്യങ്ങളുടെ സാകല്യതയിൽ ഈ രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ ഈശോയുടെ കന്യകാജനനമാകുന്ന സംഭവത്തിൽ ദർശിക്കുന്ന വിശ്വാസത്തിന് മാത്രമേ ആ സംഭവത്തെ ഗ്രഹിക്കാനാകൂ. അതിനാൽ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇതിന് സാക്ഷ്യം നൽകുന്നത് ഇപ്രകാരമാണ്: മറിയത്തിന്റെ കന്യകാത്വവും മാതൃത്വവും കർത്താവിന്റെ മരണം പോലും ഈ ലോകത്തിന്റെ ഭരണാധികാരികളുടെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. പ്രഘോഷണയോഗ്യങ്ങളായ ഈ 3 രഹസ്യങ്ങളും ദൈവത്തിന്റെ നിശബ്ദതയിൽ നിറവേറിയതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ പ്രകാരം പറയുന്നത്: ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ സഹോദരീ സഹോദരന്മാരെക്കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നുണ്ടെന്ന ആക്ഷേപം മറിയത്തെക്കുറിച്ചുള്ള വിശ്വാസ പ്രബോധനത്തിനെതിരായി ചിലപ്പോൾ ഉയർന്നു വരാറുണ്ട്. ഈ ബൈബിൾ വിവരണങ്ങൾ കന്യകാമാതാവിന്റെ മറ്റു മക്കളെ പറ്റി പരാമർശിക്കുന്നതല്ല എന്ന് സഭയെല്ലായ്പ്പോഴും പഠിപ്പിക്കുന്നു. യേശുവിന്റെ സഹോദരന്മാർ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന
യാക്കോബും ജോസഫും വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യയായ മറ്റൊരു മറിയത്തിന്റെ മക്കളാണ്. ഈ മറിയത്തെയാണ് മത്തായി സുവിശേഷകൻ അർത്ഥപൂർണമായി മറ്റേ മറിയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമശൈലിയിൽ അവർ അടുത്ത ബന്ധുക്കളാണ്. പിതാവായ ദൈവം തന്നെ പൂർണ്ണമായി മുൻകൈയെടുത്ത പ്രവൃത്തിയാണ് മനുഷ്യാവതാരമെന്ന് മറിയത്തിന്റെ കന്യകാത്വം ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കന്യകാത്വത്തെ എതിർക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്നവർ പിതാവായ ദൈവത്തിന്റെ സ്വതന്ത്രമായ പദ്ധതിയിൽ നിന്നും ഉരുവാക്കപ്പെട്ട ഈ രക്ഷാകര പദ്ധതിയെ തന്നെയാണ് എതിർക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നത്. രക്ഷാകര പദ്ധതി പ്രകാരം തന്റെ പുത്രൻ ഒരു കന്യകയിൽ നിന്ന് ജനിക്കണമെന്ന് പിതാവായ ദൈവം നിശ്ചയിക്കാനുള്ള നിഗൂഢ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ദൈവാവിഷ്കരണം മുഴുവന്റെയും പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ആ കാരണങ്ങൾ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെയും അവിടുത്തെ പരിത്രാണ ദൗത്യത്തെയും അതുപോലെ തന്നെ ആ പരിത്രാണ ദൗത്യത്തിന് എല്ലാ മനുഷ്യരെയും പ്രതി മറിയം നൽകിയ സ്വീകരണത്തെയും സംബന്ധിക്കുന്നതാണ്. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ദൈവപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി പിതാവായ ദൈവത്തിന്റെ പുത്രനാണ്. തന്റെ മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് സ്വാഭാവികമായി പരിശുദ്ധ കന്യകാമാതാവിന്റെ പുത്രനാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. സുവിശേഷത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ഈശോയുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നതായി നാം കണ്ടെത്തുന്നു. എലിസബത്ത് ആകട്ടെ ഈശോ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തെ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി അവതരിച്ചവൻ, ജഡപ്രകാരം യഥാർത്ഥത്തിൽ മറിയത്തിന്റെ മകനായി തീർന്നവൻ, ത്രിത്വൈക ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിയും നമ്മുടെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തു തന്നെയാണ്. അതിനാൽ തിരുസഭ ഉദ്ഘോഷിക്കുന്നു, മറിയം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അമ്മയാണ്. അതിനാൽ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോയുടെ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ തകർച്ചകളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ കുടുംബജീവിതത്തിലേക്കെല്ലാം ഈ അമ്മയെ ക്ഷണിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്കും പറയാം, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിൽ തന്റെ ഏകപുത്രനെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ വിട്ടുകൊടുക്കുന്ന അബ്രാഹത്തെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അങ്ങനെ വിശ്വാസികളുടെ പിതാവായി തീർന്ന അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തന്റെ ഏകജാതനെ ഈ ലോകത്തിന്റെ മുഴുവൻ പാപപരിഹാര ബലിയായി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്ന വിശ്വാസികളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ നാം കണ്ടെത്തുന്നു. അബ്രാഹത്തിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുവാനായി തന്റെ ഏകപുത്രനെ ബലിയർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറായ അബ്രാഹത്തിലൂടെ ദൈവം ലോകത്തെ അനുഗ്രഹിച്ചുവെങ്കിൽ തന്റെ ഏകപുത്രനെ ഈ ലോകത്തിന്റെ മുഴുവൻ പാപപരിഹാര ബലിയായി അർപ്പിക്കുവാൻ വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ ലോകത്തെ എത്രയധികമായി അനുഗ്രഹിക്കുന്നുണ്ടാവും. ആ അനുഗ്രഹം മനുഷ്യരായ നമുക്ക് നൽകുവാൻ വേണ്ടിയാണല്ലോ പ്രിയപ്പെട്ടവരെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തിലൂടെ കുരിശിൽ കടന്നുകൊണ്ട് പുത്രനായ ദൈവം തന്റെ അമ്മയെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയായി നമുക്ക് നൽകിയത്. മനുഷ്യനായി പിറന്ന പുത്രനായ ദൈവം തന്റെ കുരിശുമരണത്തിന് തൊട്ടുമുൻപ് മാനവകുലത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ദൗത്യമാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നാം കണ്ടെത്തുക. അവിടുന്ന് പരിശുദ്ധ അമ്മയെയും മാനവകുലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചു. മാനവകുലത്തെ മുഴുവനായി അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ മകനെന്ന് പരിശുദ്ധ അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് ഓരോ മനുഷ്യമക്കളോടും അവിടുന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്തിൽ
പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യ സ്ഥാപിതമല്ല, പിന്നെയോ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് മാനവരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ചതാണ്. അതിനാൽ തന്നെ ആ അമ്മയെ എതിർക്കുന്നതും വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾക്കെതിരാണെന്ന് സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വെറും മനുഷ്യരായ നമുക്ക് നമ്മുടെ മക്കളെ അവർ നമ്മെ വേദനിപ്പിക്കുമ്പോഴും സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ ദൈവമാതാവായ പരിശുദ്ധ അമ്മ ദൈവമേൽപ്പിച്ച തന്റെ മക്കളെ എത്രയധികമായി സ്നേഹിക്കുന്നുണ്ടാവും. ഇന്ന് ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയുന്നവരുണ്ടാകാം, വിശ്വാസ ജീവിതത്തിൽ നിന്നും അമ്മയെ മാറ്റി നിർത്തിയവരുണ്ടാകാം. എന്നാൽ അവരുടെയും അമ്മയാണ് പരിശുദ്ധ അമ്മ. കാരണം അവരെ മക്കളായി അമ്മ സ്വയം ഏറ്റെടുത്തതല്ല, തന്റെ തിരുക്കുമാരൻ കുരിശിൽ കിടന്നുകൊണ്ട് അമ്മയെ ഭരമേൽപ്പിച്ചതാണ്. അതിനാൽ തന്നെ അമ്മ തന്റെ തിരുക്കുമാരനായ യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മുഴുവനും നമുക്ക് വേണ്ടിയും ചെയ്യുവാൻ ഇതാ സന്നദ്ധയായിരിക്കുന്നു. നമ്മളെയും നമ്മുടെ തലമുറകളെയും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തുവാൻ ഇതാ അമ്മ സന്നദ്ധയായിരിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ സഹായിക്കുവാൻ കാത്തിരിക്കുന്ന ഈ അമ്മയെക്കുറിച്ച് സഭ ഇപ്രകാരം പറയുന്നു: സർവപരിശുദ്ധിയും നിത്യകന്യകയും ദൈവത്തിന്റെ അമ്മയുമായ മറിയം സമയത്തിന്റെ തികവിൽ പുത്രനും പരിശുദ്ധാത്മാവും നിർവഹിക്കുന്ന ദൗത്യത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ട ഫലമാണ്. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലും സഭയിലും പൂർത്തീകരിക്കാനിരുന്ന ദൈവത്തിന്റെ അത്ഭുത കൃത്യങ്ങൾ അവളിൽ വെളിപ്പെടാൻ തുടങ്ങി. പുത്രനായ ദൈവത്തെ പരിശുദ്ധാത്മാവ് കന്യകാമറിയത്തിൽ വെളിപ്പെടുത്തുന്നു. അവൾ അന്തിമമായ ദൈവിക പ്രത്യക്ഷീകരണത്തിന്റെ ജ്വലിക്കുന്ന മുൾപ്പടർപ്പാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്തെ അവൾ ദർശനാക്കുകയും ഈ ലോക ജനതയ്ക്ക് മുഴുവൻ അതറിയാൻ ഇടവരുത്തുകയും ചെയ്തു. വീണ്ടും പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോടുള്ള ഐക്യത്തിലേക്ക് ഓരോ മനുഷ്യമക്കളെയും മറിയത്തിലൂടെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ യോഗ്യതകളുടെ മഹാസമ്പന്നതയിൽ നിന്ന് പ്രവഹിക്കുന്നതും അവിടുത്തെ മധ്യസ്ഥതയിൽ നിലനിൽക്കുന്നതും തികച്ചും അതിനെ ആശ്രയിച്ചിരിക്കുന്നതും ശക്തി മുഴുവനും അതിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നതുമായ ഒരു രക്ഷാകര സ്വാധീനമാണ് പരിശുദ്ധ കന്യകയ്ക്ക് മനുഷ്യമക്കളുടെ മേലുള്ളത്. മനുഷ്യരായ നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ തന്റെ വിവിധ തരത്തിലുള്ള മധ്യസ്ഥം വഴി ഇന്നും പരിശുദ്ധമ്മ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സഭയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിന്റെ അമ്മേ, നീ പ്രസവിച്ചപ്പോൾ നീ നിന്റെ കന്യകാത്വം സൂക്ഷിച്ചു. നിന്റെ നിദ്രയിൽ നീ ലോകത്തെ വെടിഞ്ഞില്ല. ജീവന്റെ സ്രോതസ്സിനോട് ഒന്നു ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത്. സജീവനായ ദൈവത്തെ നീ ഗർഭം ധരിച്ചു. അല്ലയോ പരിശുദ്ധ അമ്മേ, നിന്റെ പ്രാർത്ഥനകൾ വഴി ഞങ്ങളുടെ ആത്മാക്കളെ മരണത്തിൽ നിന്നും നീ രക്ഷിച്ചു. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. നമ്മുടെ രക്ഷകനായ യേശുവിനെ ഒരു സമൂഹത്തിലേക്കോ വ്യക്തിയിലേക്കോ കൊടുക്കുന്ന ഏതൊരു വചന പ്രഘോഷണവും ആത്മീയ ശുശ്രൂഷകളും ആരംഭിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത മരിയൻ തിയോളജിസ്റ്റായിരുന്ന റിച്ചാർഡ് ഓഫ് സെയിന്റ് ലോറൻസിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ലൂയിസ് മേരി നമ്മെ പഠിപ്പിക്കുന്നു. അതിന് പ്രധാനമായും 6 കാരണങ്ങൾ അദ്ദേഹം എടുത്തു കാണിക്കുന്നു. ഒന്നാമതായി,
നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ വചനപ്രഘോഷകൻ ഗബ്രിയേൽ മാലാഖയെ അനുകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. കാരണം മാനവരക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്ന ഗബ്രിയേൽ ദൈവദൂതന്റെ വാക്കുകളാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വചനപ്രഘോഷകനും രക്ഷകനായ യേശുവിനെ ഈ ലോകത്തിന് നൽകുമെന്ന സദ്വാർത്ത വിളംബരം ചെയ്യുന്ന ഗബ്രിയേൽ മാലാഖയെ അനുകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. രണ്ടാമതായി, ആത്മീയ ശുശ്രൂഷകളിൽ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്ന ഓരോ ശുശ്രൂഷകനും മാലാഖമാരുടെ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. കാരണം ദൈവത്തിന്റെ വചനങ്ങൾ അതിന്റെ പരിപൂർണ ശക്തിയോടെ ഈ ലോകത്തെ അറിയിക്കുവാൻ മാലാഖമാരെ ദൈവം ഉപയോഗിക്കുന്നതായി ബൈബിളിലുടനീളം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ ശുശ്രൂഷകനെയും ഫലമേൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തിലേക്കും കൂട്ടായ്മകളിലേക്കും ദൈവത്തിന്റെ വചനം കൊടുക്കുവാനുള്ള ദൈവത്തിന്റെ പരിപൂർണമായ ഉപകരണമായി ഈ പ്രാർത്ഥനയിലൂടെ ഓരോ ശുശ്രൂഷകനും മാറ്റപ്പെടുന്നു എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, ശുശ്രൂഷകളിലുടനീളം പരിശുദ്ധ അമ്മയുടെ ശക്തമായ സഹായവും സാന്നിധ്യവും നമുക്ക് ലഭിക്കുന്നു. നടപടി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥനാ നിരതരായി കാത്തിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നതായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുന്ന ഏതൊരു ശുശ്രൂഷകളിലേക്കും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം വഴിയായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകങ്ങൾ ധാരാളമായി കടന്നുവരുന്നു. നാലാമതായി, വചനപ്രഘോഷണങ്ങളിലേക്കും ആത്മീയ ശുശ്രൂഷകളിലേക്കും കടന്നുവരുവാൻ സാധ്യതയുള്ള എല്ലാ കുറവുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ കാത്തുരക്ഷിക്കുവാൻ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാമതായി, ഈ പ്രാർത്ഥനയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാതൃകയിലേക്ക് കടന്നുവരുന്നു. വചനത്തെ അതിന്റെ പരിപൂർണമായ അവസ്ഥയിൽ ആത്മാവിലേക്കും ശരീരത്തിലേക്കും സ്വീകരിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് മനസ്സിൽ സംഗ്രഹിക്കുവാനും 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും നന്മ നിറഞ്ഞ മറിയമേ എന്ന ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നു. ആറാമതായി, ആത്മീയ ശുശ്രൂഷകളുടെ മേലുള്ള നാരകീയ ശക്തികളുടെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഈ പ്രാർത്ഥനയ്ക്ക് അത്ഭുതാവഹമായ ശക്തിയുണ്ടെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ യേശുക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്യുന്നു: ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഏതൊരു വചനപ്രഘോഷണത്തിന്റെയും മുഖ്യ ശത്രു സാത്താനാണെന്ന് യേശുക്രിസ്തു ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ നിന്ന് വചനത്തെ സാത്താൻ പിഴുതുകളയാതെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ അവർക്ക് സ്വർഗത്തിന്റെ വലിയ സംരക്ഷണം ലഭിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം വ്യക്തമായും സത്യമായും യേശുക്രിസ്തുവിന്റെ അവയവങ്ങളുടെ അമ്മയാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സഭയുടെ ശിരസായ യേശുക്രിസ്തുവിന്റെ അവയവങ്ങളാണ് ഓരോ വിശ്വാസിയുമെന്ന് സഭ പഠിപ്പിക്കുന്നു. അതിനാൽ യേശുക്രിസ്തുവിന്റെ അവയവങ്ങളായ നാം ഓരോരുത്തരുടെയും ജനനം സാധ്യമാക്കുന്നതിൽ പരിശുദ്ധ അമ്മ പൂർണ്ണമായി സഹകരിച്ചു. തുടർന്ന് നമ്മുടെ ആത്മീയ വളർച്ചയിൽ നമ്മെ സഹായിക്കുവാൻ അവളിതാ സദാ സന്നദ്ധയായിരിക്കുന്നു. പരിശുദ്ധ ജപമാലയിലൂടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി കടന്നുവരുന്നത് തലമുറകളായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതും നമ്മളിൽ പലരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴിയായി കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് വചനത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഇവിടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറിയത്തിന്റെ 2 ഭവന സന്ദർശനങ്ങളെ ആഴത്തിൽ നാം പഠിക്കുമ്പോൾ ആ കുടുംബങ്ങളും ആ കുടുംബത്തിലെ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുന്നതായി
നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ആദ്യമായി ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ കന്യകാമറിയം സക്കറിയായുടെയും എലിസബത്തിന്റെയും ഭവനത്തെ സന്ദർശിക്കുന്നതായി നാം കാണുന്നു. മറിയത്തിന്റെ ഈ സന്ദർശനത്തിലൂടെ എലിസബത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതായി ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം ഇപ്രകാരം പറയുന്നു: മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ എലിസബത്തിലേക്ക് കടന്നുവരുന്ന പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് പിന്നീടുള്ള വചനഭാഗങ്ങളിൽ നാം കണ്ടെത്തുന്നു. സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതായി ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67-ാം വാക്യത്തിൽ നാം കണ്ടെത്തുന്നു. വീണ്ടും സക്കറിയായുടെയും എലിസബത്തിന്റെയും പുത്രനായ സ്നാപക യോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കണ്ടെത്തുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്ന ഈ ഭവനത്തിലേക്ക് അമ്മയിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരികയും ആ അഭിഷേകം ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലേക്കും നിറയുകയും ചെയ്യുന്നതായി നാം ഇവിടെ കാണുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ക്ഷണിക്കുകയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും അമ്മയിലൂടെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കടന്നു വരികയും അത് ഓരോ കുടുംബാംഗങ്ങളിലേക്കും നിറയുകയും ചെയ്യുന്നതായി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമതായി, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ കാനായിലെ കല്യാണ വിരുന്ന് നടക്കുന്ന ആ ഭവനത്തിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ആ കുടുംബത്തിലെ ഒരു പ്രതിസന്ധിയിൽ പരിശുദ്ധ അമ്മ നേരിട്ടിടപെടുന്നതായും ആ കുടുംബത്തിന്റെ ആവശ്യത്തിലേക്ക് പരിശുദ്ധ അമ്മ തന്റെ തിരുക്കുമാരനെ ക്ഷണിക്കുന്നതായും വചനം ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ വചനം ഇപ്രകാരം പറയുന്നു: യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഇവിടെ യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന വചനഭാഗത്തിന് മുന്നോടിയായി യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് വചനം വെളിപ്പെടുത്തുന്നു. അതിനാൽ യേശുവിന്റെ അമ്മ എവിടെയുണ്ടോ അവിടേക്ക് യേശുവും ശിഷ്യന്മാരും കടന്നു വരുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തു തന്നെയുമാകട്ടെ, നമുക്ക് പരിശുദ്ധ ജപമാല കയ്യിലെടുക്കാം. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ക്ഷണിക്കാം. പരിശുദ്ധ അമ്മയുള്ള നമ്മുടെ കുടുംബങ്ങളിലേക്ക് അതാ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി കടന്നു വരുന്നു. അവൻ വെള്ളം വീഞ്ഞാക്കിയവനാണ്, വെള്ളത്തിനു മീതെ നടന്നവനാണ്. അവൻ മരിച്ചവനെ ഉയർപ്പിച്ചവനാണ്, മരിച്ച് ഉത്ഥാനം ചെയ്തവനാണ്. അവൻ ഊമനെ സുഖപ്പെടുത്തിയവനാണ്, അന്ധന് കാഴ്ച നൽകിയവനാണ്. അവൻ പിശാചുബാധിതനെ സുഖപ്പെടുത്തിയവനാണ്, പിശാചിന്റെ മേൽ വിജയം വരിച്ചവനാണ്. അവൻ ക്ലേശിതർക്കാശ്രയമാണ്, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് നൽകിയവനാണ്. അവൻ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തിയവനാണ്, ശിശുക്കളെ അനുഗ്രഹിച്ചവനാണ്. നമ്മുടെ മാനുഷികമായ നയനങ്ങൾക്ക് ദർശിക്കുവാൻ വേണ്ടി അപ്പത്തിന്റെ രൂപത്തിൽ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നവനാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തിലൂടെ വചനം ഇപ്രകാരം പറയുന്നു: ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? അതിനാൽ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയിലൂടെ അവനെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ലോകമെമ്പാടുമുള്ള വിശ്വാസികളോട് ചേർന്ന് നമുക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം: നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേൻ. മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങൾ അകലത്തലിയുന്നു.
മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങൾ അകലത്തലിയുന്നു. കണ്ണിനാനന്ദം എന്റെ ഉള്ളിലാനന്ദം മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. കണ്ണിനാനന്ദം കരളിനുള്ളിലാനന്ദം മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. തടവറയിൽ ആരാധിക്കുമ്പോൾ മറിയത്തിൻ പ്രിയമകനൻ മോചകനാകുന്നു. മാരകമാം മുറിവുകളിൽ ആരാധിക്കുമ്പോൾ അമ്മേ നിൻ പ്രിയമകനൻ കണ്ണീർ മായ്ക്കുന്നു. കണ്ണിനാനന്ദം എന്റെ ഉള്ളിലാനന്ദം മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. കണ്ണിനാനന്ദം കരളിനുള്ളിലാനന്ദം മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. ഉച്ചസ്വരത്തിൽ പാടുന്നു, ഉന്നതനീശനെ വാഴ്ത്തുന്നു, പാരിൻ രക്ഷയെ ഓർക്കുന്നു,